ഹായ് ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് പോപ്കോൺ ഉണ്ടാക്കിയാലോ. നമുക്ക് സുലഭമായിട്ട് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് പോപ്കോൺ. പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കെമിക്കൽസ് ചെയ്യുന്നുണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പോപ്കോൺ ഉണ്ടാക്കാം ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണല്ലോ പോപ്കോൺ. അപ്പോൾ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാം. ആദ്യം കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കർ ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റട്ടെ. വെള്ളമെല്ലാം വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറാണ് യൂസ് ചെയ്യാൻ കേട്ടോ. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഇടുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് മതി വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ അത്രയും മതി. ബട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ബട്ടർ ആയാലും ഒരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് അതിൽ ഇഷ്ടം ഇതാണ്. എന്താണ് നമ്മുടെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിരിഞ്ഞു പോയി. ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടാൽ മതിയായിരുന്നു. കൈ കാണാതിരിക്കാൻ വേണ്ടി വീഡിയോ എടുത്ത മണ്ടി ഞാൻ. ഓക്കെ, വെളിച്ചെണ്ണയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരല്പം മതി കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് കരിയാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ താരത്തെ ഇറക്കാം. അതായത് നമ്മുടെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇത് പൊട്ടി വരുമ്പോഴത്തേക്കിന് ഒത്തിരി ഉണ്ടാകും പോപ്കോൺ. കുറച്ച് പോപ്കോൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും പോപ്കോൺ ആണ് ഞാൻ ചേർത്ത്. ഇതിന് കാണാവോ? ഇത്രയും പോപ്കോൺ മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുക്കർ അടയ്ക്കണം. അപ്പം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയുടെയും മഞ്ഞളിന്റെയും കൂടി സ്മെല്ലാകുമ്പോൾ നല്ല സ്മെല്ലാണ്. എനിക്ക് ആ ഒരു മണം പ്രത്യേക ഇഷ്ടമാണ്. ഇതാ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഓരോന്നായിട്ട്. നമുക്ക് ഈ കുക്കർ അടച്ചു കൊടുക്കാം. കുക്കറിന്റെ മേളത്ത് ആ വെയിറ്റ് ഇല്ലേ, വിസിൽ വരില്ലേ സംഭവം, എന്താ എന്ന് പറയുന്ന ആ വെയിറ്റ് എന്നല്ല നമ്മൾ പറയാറ്, അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതില്ലാണ്ട് അതവിടെ ഇരിക്കട്ടെ. ഞാനുണ്ട് പൊട്ടട്ടെ. പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? പൊട്ടി വരുന്നുണ്ട്. ഈ പൊട്ടലിന്റെ സൗണ്ട് കുറയുമ്പോൾ നമുക്ക് ഈ കുക്കർ ഒന്ന് കുലുക്കി കൊടുക്കാം. ഇളക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഓക്കെ. ഇനി നമുക്ക് കണ്ടു, ഇപ്പൊ സൗണ്ട് കുറഞ്ഞു. ഇനി നമുക്ക് കുക്കർ ഒന്ന് ഇളക്കി കൊടുക്കാം, കുലുക്കി കൊടുക്കാം. അപ്പോൾ എന്താണെന്നറിയോ, ഇതിന്റെ മേളിലുള്ള പൊട്ടാതെ കിടക്കുന്ന എന്താണ് നമ്മുടെ പോപ്കോണിന്റെ വല്ലതും ഉണ്ടെങ്കിൽ, കോണിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കൊള്ളും താഴോട്ട് പോയി കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് സൗണ്ട് കേൾക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി. ആ കടുകൊക്കെ കടുകും പോട്ടെ, എണ്ണ ചൂടാക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ. മൊത്തത്തിലൊരു 5 മിനിറ്റ് വേണ്ട. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ഫോണിൽ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് തന്നെ 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് പോപ്കോൺ റെഡിയാണ്. റെഡി. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. 3 മിനിറ്റ് കൊണ്ട് ഗ്യാരണ്ടിയാണ്. 3 മിനിറ്റത്തെ സമയം വേണ്ടു ഇത്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു കൊടുക്കാം. ഒന്ന് നോക്കാം പൊട്ടിത്തെറി വല്ലതും നടക്കുമോ. യെസ്, ഡൺ. ദാ പോപ്കോൺ നോക്ക്. എനിക്ക് മഞ്ഞളിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ പോപ്കോണില്. ഈ ഒരു പോപ്കോണിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഉത്സവങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. പക്ഷെ തിയേറ്ററിൽ കിട്ടുന്നതാണെങ്കിൽ തിയേറ്ററിൽ കിട്ടുന്ന ആ പോപ്കോണിന്റെ ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ബട്ടർ ചേർക്കണം. ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കും. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് കഴിക്കാം. പോപ്കോൺ ഈസ് റെഡി.
ഇത്രേ ഉള്ളൂ നമ്മുടെ പോപ്കോണിന്റെ പരിപാടികൾ. 3 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും പോപ്കോൺ ഉണ്ടാക്കി. ഒരു 2 ടേബിൾ സ്പൂൺ കോൺ കൊണ്ടിട്ടാണ് നമ്മൾ എത്രയാ, ഇത് 3 ലിറ്ററിന്റെ കുക്കറാണ്. ഈ കുക്കറിൽ 3/4 പാത്രം പോപ്കോൺ ഉണ്ട്. ഈ പാത്രത്തിലും ഉണ്ട്. ഈ ഇരിക്കുന്ന പോരാഞ്ഞിട്ട് ഈ പാത്രത്തിലെ പോരാഞ്ഞിട്ട് ഇനി കുക്കറിൽ ഇനിയും ഉണ്ട്. അതാ, വെറുതെ എന്തിനാണ് നമ്മള് മായം ചേർന്ന സാധനങ്ങൾ പുറത്തുനിന്ന് നല്ല വില കൊടുത്ത് വാങ്ങുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് സമയം മതി ഇത് പ്രിപ്പയർ ചെയ്യാണ്ട്. കോണിനും വലിയ വിലയൊന്നുമില്ല. സോ എല്ലാരും ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ ബൈ.